ധവളപത്രം സഭയിൽ വെച്ചപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച വാദങ്ങളെല്ലാം അത് വെറും മുട്ടാപ്പോക്ക് വാദങ്ങൾ മാത്രമാണ്. ഇതിൽ സത്യപ്രതിജ്ഞ ലംഘനം നടന്നിട്ടില്ല, അതിൽ ഭരണഘടനമായ ഒരു തെറ്റുമില്ല, ഇത് പുറത്തുനിന്നുള്ള സൗദിക്ക് നൽകിയ ഒരു രഹസ്യാത്മക റിപ്പോർട്ട് നൽകിയെന്ന് പറയുന്നു. അത് തെറ്റാണ്. ഇതൊരു പബ്ലിക് രേഖയ്ക്ക് വേണ്ടി കൊടുത്ത റിപ്പോർട്ടുകൾ മാത്രമാണ്, കണക്കുകളാണ്. അത് ധവളപത്രമായി വരുമ്പോൾ തന്നെ പുറത്ത് പബ്ലിക്കായ വിവരങ്ങൾ വന്നു കഴിഞ്ഞു. പിന്നെ ധനകാര്യ വകുപ്പിനെ ഇരുട്ടിൽ നിർത്തി ചെയ്തു പറഞ്ഞു, അത് തെറ്റാണ്. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് ഈ സമിതിയുടെ കൺവീനർ. അദ്ദേഹത്തിന് വെച്ചുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയുടെ സഹായത്തോടെ റിപ്പോർട്ട് തയ്യാറാക്കിയതേ ഉള്ളൂ. ആ വിദഗ്ധ സമിതിയെ നിയമിച്ചത് തന്നെ ക്യാബിനറ്റാണ്. ക്യാബിനറ്റ് ഈ സമിതിയെ നിയോഗിക്കുമ്പോൾ തന്നെ അത് ഔദ്യോഗികമായി കഴിഞ്ഞിട്ടുണ്ട്, അതിൽ പ്രശ്നം വരുന്നില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്, കേരളത്തിൽ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. തമിഴ്നാട്ടിൽ 2021 കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ 2015 സമാനമായ രീതിയിൽ വിദഗ്ധ സമിതിയെ പുറത്തുനിന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നല്ലാതെ നിയമിച്ചിട്ടുണ്ട്. അപ്പം കോടതിയിലെത്തിയാലും ഈ കേസ് നിൽക്കുന്ന ഉറപ്പാണ്. ഈ വിഷയത്തിലുള്ള വിവാദം അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിന്റെ വാദം അത് വെറും ഒരു ആരോപണം മാത്രമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു എന്താണ് പറയേണ്ടത്, ഒരു വെറും മറുപടിയായിട്ട് മാത്രം നിലനിൽക്കുന്ന സാധനം മാത്രമാണ്.